വിവിധ വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശികകൾ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയിൽ നിന്നും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ എന്ന് കുടിശ്ശികകൾ വിതരണം ചെയ്യുമെന്നോ പെൻഷൻ തുക എത്ര രൂപയായി വർദ്ധിപ്പിക്കുമെന്നോ കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ല. നാളെ സഭാ സമ്മേളനം അവസാനിക്കാനിരിക്കെയാണ് കുടിശ്ശിക വിതരണത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന. കേന്ദ്രത്തിന്റെ പ്രതികൂല സമീപനങ്ങളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാൻ കാരണമെന്ന പതിവ് വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ 5 ഗഡുക്കൾ കുടിശ്ശികയാണ്. പ്രതിമാസം 1600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത്. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായും മരുന്ന് വിതരണത്തിനുള്ള ബില്ലുകളിലും വന്ന കുടിശ്ശിക സമയബന്ധിതമായി 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. സപ്ലൈകോ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയ്ക്കുള്ള സഹായം, നെല്ല് സംഭരണം, നെല്ലുൽപാദനം എന്നിവയ്ക്ക് നൽകേണ്ട തുക, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വഹിക്കേണ്ട ചെലവുകൾ എന്നിവയിലെ കുടിശ്ശിക 2024-25 സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട്. DA, DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാൽ ചിലവ് ചുരുക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കും. പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം ചെലവ് ചുരുക്കലിനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നതാണ്. സമയബന്ധിതമായി കുടിശ്ശിക വിതരണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഈ സാമ്പത്തിക വർഷം അത് ഗുണഭോക്താക്കൾക്ക് ലഭിക്കില്ല. അടുത്ത സാമ്പത്തിക വർഷവും അതിനുശേഷമുള്ള വർഷങ്ങളിലും കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാനാകുമോ എന്നതിലും വ്യക്തതയില്ല. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നടത്തിയത് രാഷ്ട്രീയ ആരോപണങ്ങൾ കുത്തിനിറച്ച പ്രസ്താവനയെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ജനം, തിരുവനന്തപുരം.